ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. അങ്ങനെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തിരുമേനി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തിരുമേനി ചോദിക്കുകയാണ്, അല്ല ഇതെന്താ ഈ വീടിന്റെ ചുറ്റും വടം കെട്ടിയിരിക്കുന്നത്? ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മ പറയുകയാണ്, മുള വളരുമ്പോൾ കളകളുണ്ടാകുന്നത് സാധാരണമല്ലേ തിരുമേനി? അതേസമയം സാവിത്രി അങ്ങോട്ടേക്ക് വരികയാണ്. പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം സാവിത്രി പറയുകയാണ്, അല്ല ഇതെന്താ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പുറത്താണോ? ഇതൊന്നും പറ്റില്ല, പൂജ ചെയ്യേണ്ടതേ ഇപ്പുറത്താണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ നിങ്ങളിവിടെ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? ഉമാമഹേശ്വര പൂജ ഞങ്ങളുടെ ഭാഗത്ത് തന്നെ നടത്തണം. ഈ പൂജ നടത്തുന്നതേ ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് കേൾക്കുന്ന കൈമുള് പറയുകയാണ്, ഇതിനുള്ള മറുപടി തിരുമേനി തന്നെ പറഞ്ഞു. സാവിത്രി, ഇത് ദേവീ വിധികൾക്കായി ചെയ്യുന്ന പൂജയാണ്. ആ പൂജകളൊക്കെ എവിടെ നടത്തണമെന്നേ ആചാരവിധികളൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ പൂജകൾ നടത്താൻ പറ്റുന്ന ഉത്തമമായ സ്ഥലം ഇതാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് മാത്രമേ പൂജ നടത്താൻ സാധിക്കൂവെന്നും തിരുമേനി പറയുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ പൂജ തീരുന്നത് വരെയെങ്കിലും നിങ്ങൾ അതിർത്തിയായിട്ട് കെട്ടിയിരിക്കുന്ന ഈ കയറ് അഴിച്ചു മാറ്റണം. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ തിരുമേനിയെ നോക്കുമ്പോൾ സാവിത്രി പറയുകയാണ്, എന്ത് അതിർത്തി കയറ് അഴിച്ചു മാറ്റാനോ? അതൊന്നും പറ്റില്ല, ഇതേ ഞങ്ങൾ ഭാഗം വെച്ചതാ. ഇത് കേൾക്കുന്ന തിരുമേനി പറയുകയാണ്, ജന്മം തന്ന അച്ഛനെയും അമ്മയും ഭാഗിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമോ സാവിത്രി? ഈ പൂജയ്ക്ക് ഫലമുണ്ടാകണമെങ്കിൽ ഈ അതിർത്തി കയറ് അഴിച്ചു മാറ്റിയേ പറ്റുമെന്ന് തിരുമേനി പറയുന്നു. ഇത് കേൾക്കുന്ന സാവിത്രി മനസ്സിൽ പറയുകയാണ്, ഈ പൂജ നടക്കേണ്ടത് എൻ്റെ ആവശ്യമായി പോയില്ലേ? എന്ത് ചെയ്യാം, സമ്മതിച്ചേക്കാം. അത്രയും മനസ്സിൽ പറഞ്ഞിട്ട് തിരുമേനിയോട് അഴിച്ചു മാറ്റുന്നതിന് തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് സാവിത്രി പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് കൈമള് പറയുകയാണ്, രാജലക്ഷ്മി, എനിക്ക് രാജലക്ഷ്മിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഇങ്ങനെ പൂജ നടത്തുമ്പോൾ അവനെ അകറ്റി നിർത്താൻ പാടില്ല. ആരെ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ജയറാമന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് കൈമള് പറയുന്നു. ഇത് കേൾക്കുന്ന രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ പറയുകയാണ്, കൈമളേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവനെ ഞാൻ എന്താണെങ്കിലും ഈ പൂജയിൽ പങ്കെടുപ്പിക്കില്ല. ഇത് കേൾക്കുന്ന കൈമള് വിഷമത്തോടെ രാജലക്ഷ്മി അമ്മയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പൂജയ്ക്കായി സാരി ഉടുക്കുന്ന മീനാക്ഷിയാണ്. അതേസമയം കാർത്തി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. താൻ ഇതുവരെ റെഡിയായില്ലേ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, ഞാൻ റെഡിയായല്ലോ. തുടർന്ന് മീനാക്ഷിയെ നോക്കിയിട്ട് കാർത്തി പറയുകയാണ്, തനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലല്ലേ? എനിക്ക് ഇത്രയൊക്കെ അറിയൂ. ACPക്ക് അറിയാമെങ്കിൽ ACP ഉടുത്തു തരാൻ മീനാക്ഷി പറയുന്നു. അതിനെന്താ, ഞാൻ ഉടുത്തു തരാമെന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് പ്ലീറ്റൊക്കെ എടുത്തു കൊടുക്കുകയാണ് കാർത്തി. ഇത് കാണുന്ന മീനാക്ഷി ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, ഞാൻ വിചാരിച്ചതുപോലെയല്ല, ആളൊരു റൊമാൻറ്റിക് ആള് തന്നെയാ. അങ്ങനെ മീനാക്ഷിക്ക് സാരി ഉടുപ്പിച്ചിട്ട് കാർത്തി പറയുകയാണ്, നന്നായിട്ടുണ്ട്. ഇത് കേൾക്കുന്ന മീനാക്ഷി ചിരിക്കുമ്പോൾ കാർത്തി പറയുകയാണ്, സാരിയുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ നിന്റെ കാര്യമല്ല. അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തി പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പൂജ ആരംഭിക്കാൻ പോകുന്നതാണ്. ഇതിനോടകം തന്നെ അതിർത്തി കയറ് ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേസമയം കാർത്തിയും മീനാക്ഷിയും അങ്ങോട്ടേക്ക് വരുമ്പോൾ തിരുമേനി പറയുകയാണ്, പൂജയ്ക്കായുള്ള പൂക്കൾ നിങ്ങൾ തന്നെ കൊണ്ടുവരണം. തൊടിയിൽ നിന്നോ മുറ്റത്തുനിന്നോ എവിടെന്നെങ്കിലും നിങ്ങൾ തന്നെ കൊണ്ടുവരണം. തുടർന്ന് മീനാക്ഷി പറയുകയാണ്, പൂജകള് ദേഷ്യമില്ലാതെ ഭക്തിയോടെ ചെയ്യണമെന്ന പ്രമാണം. ഇത് കേൾക്കുന്ന കാർത്തി സമ്മതം മൂളുമ്പോൾ നന്ദിനി രണ്ടുപേർക്കും ഓരോ കൊട്ടകൾ വെച്ച് നൽകുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് പൂക്കൾ പറിക്കാൻ പോയിരിക്കുന്ന മീനാക്ഷിയെയും കാർത്തിയെയുമാണ്. പൂക്കൾ പറിക്കാതെ ദേഷ്യത്തോടെ നിൽക്കുന്ന കാർത്തിയെ കാണുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അതെ, പൂജ നന്നായി തന്നെ അവസാനിച്ചില്ലെങ്കിലേ നിങ്ങളുടെ അമ്മയ്ക്കാ കുഴപ്പം. ഇടിമിന്നലേറ്റ് മരണമെന്നാ പ്രവചിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ചെയ്താൽ മതി, ഈ പൂജ ചെയ്യണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ മീനാക്ഷിയുടെ കൂടെ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നടക്കുകയാണ് കാർത്തി. അങ്ങനെ കാർത്തി അവിടെ നിർത്തി മീനാക്ഷി പൂക്കൾ പറിക്കാനായി പോകുന്നു. അതേസമയം കാർത്തിയുടെ കാലിന്റെ അടുത്തേക്ക് ഒരു പാമ്പ് വരികയാണ്. ACP പാമ്പെന്നൊക്കെ മീനാക്ഷി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കാർത്തി ഒന്നും കേൾക്കുന്നില്ല. തുടർന്ന് മീനാക്ഷി കാർത്തിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അങ്ങനെ കാർത്തി അവിടുന്ന് തട്ടിമാറ്റുമ്പോൾ കാർത്തിയും മീനാക്ഷിയും കൂടി താഴേക്ക് ഉരുണ്ട് വീഴുന്നു. പെട്ടെന്ന് തന്നെ കാർത്തി ചാടി എഴുന്നേൽക്കുകയാണ്. എന്താടി നിന്റെ ഉദ്ദേശമെന്ന് കാർത്തി ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ പറയുകയാണ്, പാമ്പല്ല, ചേമ്പ്. ഇങ്ങനെ എൻ്റെ ദേഹത്തേക്ക് വീഴാമെന്നുള്ള ഉദ്ദേശമൊന്നും നിനക്ക് വേണ്ട. നിന്റെ ഉദ്ദേശമൊന്നും എൻ്റെ അടുത്ത് നടക്കാനും പോകുന്നില്ല. ഇത് കേൾക്കുന്ന മീനാക്ഷി ദേഷ്യത്തോട് പറയുകയാണ്, നിങ്ങളുടെ മുരടൻ സ്നേഹം ആർക്കാ വേണ്ടത്? സീരിയസ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കുഞ്ഞിനെ നോക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്.
അതിന് ശമ്പളം തരാമെന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ റൊമാൻറ്റിക്കായി എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ, ഈ മീനാക്ഷി ഭദ്രകാളിയാകും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മീനാക്ഷി അവിടുന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പൂജകൾ ആരംഭിച്ചിരിക്കുന്നതാണ്. മീനാക്ഷിയും കാർത്തിയും കൂടി പൂജ ചെയ്യുമ്പോൾ അവിടെ മാറി നിന്ന് ഇതെല്ലാം നോക്കുകയാണ് ജയറാം. രണ്ടുപേരും ശിവപാർവതിമാരെ നന്നായി പ്രാർത്ഥിക്കാൻ തിരുമേനി പറയുമ്പോൾ എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.